നമസ്കാരം. സകലമാന കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ തേടി ദേശീയ വനിതാ കമ്മീഷൻ. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കമ്മീഷന് കൈമാറണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. മുകേഷിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണമെന്ന് അനിലക്കര. സംസ്ഥാനത്ത് പരക്കെ മഴ. ഭൂതത്താൻ ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. തൃക്കരിപ്പൂർ ഈയക്കാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു. നാദാപുരത്ത് KSRTCയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. നിരവധി പേർക്ക് പരിക്ക്. ഹരിപ്പാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കടയിലേക്ക് ഇടിച്ചു കയറി. ചാത്തന്നൂരിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി മറിഞ്ഞു. വയനാട് ദുരന്തത്തിന് 1 മാസം. 78 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അട്ടമലയിൽ ടൌൺഷിപ്പ് വേണമെന്ന് പ്രദേശവാസികൾ. വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ കുട്ടികൾ തിങ്കളാഴ്ച മുതൽ സ്കൂളിലേക്ക്. പുത്തുമല ദുരന്തത്തിലെ ഇരകളുടെ പുനരധിവാസം അനിശ്ചിതത്വത്തിൽ. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകയായി പന്തളം നഗരസഭ. മാലിന്യം സംസ്കരിച്ച് പൂന്തോട്ടം നിർമ്മിച്ചു. ബന്ദിപ്പൂ പാടമൊരുക്കി നഗരസഭാ അധികൃതർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ തേടി ദേശീയ വനിതാ കമ്മീഷൻ. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കമ്മീഷന് കൈമാറണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മുകേഷിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണമെന്ന് അനിലക്കര ആവശ്യപ്പെട്ടു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വിവരം. എന്തൊക്കെ വിശദാംശങ്ങളാണ് കമ്മീഷൻ തേടിയിട്ടുള്ളത്? ഒപ്പം അനിലക്കരയുടെ പരാതി അത് എങ്ങനെ പരിഗണിക്കപ്പെടുമെന്നാണ് കരുതുന്നത്? ആജ്ഞയിലേക്ക് എത്താം. 2 പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ദേശീയ വനിതാ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ആ വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം, കേരളത്തിന്റെ മാതൃക പിന്തുടരണമെന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആവശ്യമുയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആ നിലയിൽ ദേശീയതലത്തിൽ തന്നെ വിഷയം ചർച്ചയാകുന്നു. ഈ ഘട്ടത്തിലാണ് വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നത്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകണമെന്ന നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, അനിലക്കരയുടെ പരാതിയാണ്. മുകേഷിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണമെന്നാണ് അനിലക്കര ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന ഒരാവശ്യം അനിലക്കര ഉയർത്തുന്നത്. 5 ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനിലക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ മുകേഷിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്ന് തന്നെയാണ് അനിലക്കരെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹണി വർഗീസ് ആണ് ഈ ജസ്റ്റിസ് ഹണി വർഗീസ് ആണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇത് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസുമായി ബന്ധപ്പെട്ട MM വർഗീസിന്റെ മകളാണ് എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി CPM ബന്ധം അല്ലെങ്കിൽ CPM ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകും, പാർട്ടി തലത്തിലുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു ഹർജിക്ക് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അനിലക്കരയാണ് ഇങ്ങനെ ഒരു പരാതി ഉയർത്തിയിരിക്കുന്നത്. അനിലക്കരയുടെ പരാതി മുകേഷിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണമെന്നുള്ളതാണ്. അത് CPMുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളൊരു ആവശ്യമാണ് അനിലക്കര ഉയർത്തുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ രഞ്ജിത്ത് നൽകും. രഞ്ജിത്ത്, ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകണം എന്ന ഒരു ആവശ്യമാണ് ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ദേശീയ വനിതാ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അതിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്? ഈ
റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടുന്നത് സംബന്ധിച്ച് ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണ്. കോടതി വിഷയം പരിഗണിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ കാണണം ഈ ഇടപെടലിനെ? തീർച്ചയായും രേണുക, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതി ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപമല്ല പുറത്തു വന്നത്. ചില പേജുകൾ ഒഴിവാക്കി, അതായത് സംശയിക്കപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട താരങ്ങളുടെ അടക്കം അത് പുറത്തു വന്നതിന്റെ എത്രയോ ഇരട്ടി കാര്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് എന്നുള്ള സൂചനകൾ തന്നെ നിലനിൽക്കെ ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ കൂടി ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വേണം എന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കോടതിക്ക് മുന്നിൽ എന്തായാലും സീൽ വെച്ച കവറിൽ ഈ റിപ്പോർട്ട് പൂർണ്ണരൂപം നൽകേണ്ടി വരും. അതിനൊപ്പമാണ് ഈ തരത്തിൽ വനിതാ കമ്മീഷന് റിപ്പോർട്ട് കൈമാറുക എന്ന പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതേറെ നിർണായകമാണ്. BJP വക്താവ് സന്ദീപ് വാചസ്പതിയാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം ദേശീയ വനിതാ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. തുടർന്നാണ് ഇപ്പോൾ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയും ആ തരത്തിലുള്ള നിർദ്ദേശം ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്ത് ഇനി ചീഫ് സെക്രട്ടറി, പ്രത്യേകിച്ച് കേരള സർക്കാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അധികാരമുള്ള ഒരു ഏജൻസി തന്നെയാണ് വനിതാ കമ്മീഷൻ, നമുക്കറിയാം. അത്തരത്തിൽ ആവശ്യപ്പെട്ടാൽ അത് സർക്കാരിന് ആ റിപ്പോർട്ട് നൽകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അല്ലാതെ മറ്റൊരു ഏജൻസിയുടെ കയ്യിൽ കൂടി ഈ റിപ്പോർട്ട് എത്തുക എന്നുള്ളത്, ഈ റിപ്പോർട്ട് ഒരുപക്ഷെ കൂടുതൽ പുറത്തു വരാനും അതുമായി ബന്ധപ്പെട്ടതിന്റെ ഇതുവരെ പുറത്തു വരാതിരുന്ന കണ്ടന്റുകൾ കൂടുതലായി മനസ്സിലാക്കാനും നടപടി സ്വീകരിക്കാനും മറ്റുമുള്ള ഒരു വഴിയിലേക്ക് എത്തും എന്ന് വേണം കരുതാൻ. അത്രത്തോളം ഈ വിഷയത്തിൽ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്, ഈ പഠനം നടത്തുന്നത്, അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ നടപടികൾ വൈകുന്നു എന്നത് ചൂണ്ടിക്കാട്ടിയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട്. ആരോപണ വിധേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. നമുക്കറിയാം BJP ശക്തമായി പ്രതിഷേധ രംഗത്തുള്ള പാർട്ടി തന്നെയാണ് സംസ്ഥാനത്ത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഇതിൽ വരുത്തുന്നതിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം നമുക്ക് കാണേണ്ടതുണ്ടോ? മുകേഷിന്റെ രാജി ആദ്യം മുതൽ തന്നെ ശക്തമായി ആവശ്യപ്പെട്ട പാർട്ടി BJP ആയിരുന്നു. കാരണം കോൺഗ്രസിന് ഈ വിഷയത്തിൽ രണ്ട് നിലപാടുണ്ട്. ഒന്ന്, അവരുടെ രണ്ട് പ്രധാനപ്പെട്ട MLA-മാർ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേസിൽ അകപ്പെട്ടവരാണ്. നേരത്തെ CPM-ന്റെ ഒരു വാദം എന്ന് പറയുന്നത് ഈ രണ്ട് MLA-മാർ രാജിവെച്ച ശേഷം മാത്രം മുകേഷ് രാജിവെക്കട്ടെ എന്നുള്ള തരത്തിലായിരുന്നു വാദം. പക്ഷെ അതിനൊക്കെ CPM പുറകോട്ട് പോയി. കൂടുതൽ നേതാക്കൾ രാജി ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ കൂടി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് രണ്ട് മനസ്സായിരുന്നു ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തിൽ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ പൊതുവികാരം ഈ നടന്മാർക്കെതിരായി വരുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് അടക്കം ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചത്. പക്ഷെ BJP ആദ്യം മുതൽ തന്നെ, BJP-യിലും നമുക്കറിയാം സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ മുകേഷിനെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചു. പിന്നീട് സുരേന്ദ്രൻ അത് തിരുത്തുകയും മുകേഷ് രാജിവെക്കണം എന്ന് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുവമോർച്ചയുടെ പ്രതിഷേധം കൊല്ലത്തെ മുകേഷിന്റെ വീടിന് മുന്നിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ BJP കേന്ദ്ര തലത്തിലുള്ള ഒരു ഇടപെടൽ കൂടി ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആ തലത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ പോലും വലിയ ചർച്ചയാണ് കേരളത്തിലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികളും മറ്റും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യം തുടരുക. രഞ്ജിത്ത്, ഇപ്പോൾ സന്ദീപ് വചസ്പതി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സന്ദീപ്, താങ്കളുടെ ഇടപെടലിലാണ്, താങ്കൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെടണമെന്ന ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പഠിക്കണം ഈ വിഷയങ്ങളിൽ എന്ന അസംഘടിത മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, മറ്റ് വിഷയങ്ങളൊക്കെ പഠിക്കണമെന്ന ഒക്കെയുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. താങ്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് ശക്തമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും ഏറെ സ്വാഗതാർഹമായ ഒരു നടപടി, ഏറെ ആശ്വാസകരമായ ഒരു നടപടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ആക്രമിക്കപ്പെട്ട നിരവധി യുവതികളുണ്ട്. അവർക്ക് ഇനിയെങ്കിലും നീതി കിട്ടണം എന്നത് തന്നെയാണ് നമ്മളുടെ ആവശ്യം. കാരണം ഇത് പീഡിപ്പിച്ചവർ അല്ല എങ്കിൽ ആക്രമിച്ചവർ സിനിമാ താരങ്ങൾ ആയതുകൊണ്ട് അവരുടെ പേര് വിവരങ്ങൾ ആരും അറിയാൻ പാടില്ല എന്ന വിചിത്രമായ ഒരു നിലപാടാണ് പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ സാധ്യമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ അടക്കമുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മളുടെ സിനിമാ സെറ്റുകളിലെ വലിയ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ ബന്ധം.
ഇപ്പോൾ നാം എല്ലാവരും ഇക്കിളിപ്പെടുത്തുന്ന കഥകളും അല്ലെങ്കിൽ സെക്സ് വയലൻസ് ഇത്തരത്തിലേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് അന്താരാഷ്ട്ര ലഹരി മാഫിയ അടക്കമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ അന്താരാഷ്ട്ര ലഹരി മാഫിയയുടെ അടക്കം ബന്ധത്തെപ്പറ്റി ഹേമ കമ്മിറ്റി പഠനത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ പൊതുസമൂഹം അറിയേണ്ടതാണ്. അത് സിനിമാക്കാരായതുകൊണ്ട് മാത്രം അവരെ ഇതിൽ നിന്നൊക്കെ മറച്ചു പിടിച്ച് ഒരു സംരക്ഷിത കവചത്തിനകത്താക്കാം എന്ന ഒരു നിലപാട് ഒരു സർക്കാരിനും സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ നാം എല്ലാവരും ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതിനകത്ത് നമുക്കൊക്കെ ആശങ്കയും അത്ഭുതവും തോന്നിയൊരു കാര്യം എന്താണ്? സാധാരണഗതിയിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികളുടെ വിവരങ്ങൾ മറച്ചു വെക്കുന്നതെന്ന് മനസ്സിലാക്കാം. പക്ഷെ ആക്രമിച്ചു ഞങ്ങളെ ഇന്നവർ ആക്രമിച്ചു എന്ന് അവർ പറയുമ്പോൾ അവരുടെ പേരുകൾ പോലും മറച്ചു വെക്കുന്ന വിചിത്രമായ ഒരു നിലപാടാണ് പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചത്. ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചനയാണ് BJP സംശയിക്കുന്നത്. കാരണം ഇത് ഏതെങ്കിലും ഉന്നതന്മാരുമായി ഒരു എന്താ പറയുന്നത് വിലപേശൽ രാഷ്ട്രീയത്തിനാണോ പിണറായി വിജയൻ സർക്കാർ തുനിയുന്നത് എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ഇതിൽ സന്ദീപ് വാചസ്പതി വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തന്നെ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ ലൈംഗിക ചൂഷണങ്ങൾ തന്നെയാണ്, ആ ഹറാസ്മെന്റ് തന്നെയാണ്. അതിനപ്പുറം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ, തൊഴിൽ വിലക്ക് തുടങ്ങിയ കാര്യങ്ങൾ, വേതനം കൃത്യമായി ലഭിക്കാത്തത് അല്ലെങ്കിൽ തുല്യത, വേതനത്തിന്റെ കാര്യത്തിൽ തുല്യതയില്ലാത്തത് തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ വിഷയങ്ങളിൽ ഒരു നടപടി, പ്രത്യേക സംഘം ഈ കാര്യങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം എന്നൊക്കെ താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഇതൊക്കെ പരിഹരിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള ഇടപെടലാണോ? അതിനപ്പുറം ഇവിടെ ഇപ്പോൾ BJP വലിയ രീതിയിൽ ഇതിൽ രാഷ്ട്രീയപരമായി പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് വലിയ പ്രതിഷേധമൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം കൊണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ ഈ സമീപനം? എന്താണ് താങ്കളുടെ ലക്ഷ്യം? ഇതിനകത്ത് ഒരു രീതിയിലും രാഷ്ട്രീയം കാണാൻ താല്പര്യമില്ല. ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ആക്രമിക്കപ്പെടുന്നവർ ആരായാലും, ഞാനിപ്പോൾ നമ്മൾ സാധാരണ ഇര എന്ന വാക്കാണ് ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ആ വാക്ക് ഒഴിവാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പ്രയോഗിക്കാത്തത്. എങ്കിൽ പോലും ആക്രമിക്കപ്പെട്ട ആരായാലും അത് സിനിമാക്കാരായതുകൊണ്ട് എന്താണ് അതിനകത്ത് വലിയ മാഹാത്മ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരായാലും ഒരാളെ സമൂഹം അധികാരത്തിന്റെ, കരുത്തിന്റെ, പണത്തിന്റെ ഒക്കെ പിൻബലത്തോടു കൂടി ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ, അവരെ ഒറ്റപ്പെടുത്താൻ, അവരെ ശാരീരികവും മാനസികവുമായി ചൂഷണം ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഒരു പുരോഗമന സമൂഹത്തിലുള്ള ഏതൊരാളുടെയും കടമയാണ്. അത് സ്വാഭാവികമായി പൊതുപ്രവർത്തകൻ എന്ന നിലയിലാകുമ്പോൾ അത് ഇരട്ടിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേര് വിവരങ്ങൾ പുറത്തു വരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം, അല്ലേ? അല്ല, പേര് വിവരങ്ങൾ പുറത്തു വന്നതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ലല്ലോ. നമ്മളുടെ ആവശ്യം എന്താ? ഇവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഇവിടെ എന്ത് നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ ചില സിനിമാ താരങ്ങളായതുകൊണ്ട് എന്തെങ്കിലും ഔന്നത്യമുണ്ടെന്നോ മഹത്വമുണ്ടെന്നോ എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിലും കുറെ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്തു എന്നതുകൊണ്ടായില്ലല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് കേസെടുക്കുന്നത്? അതൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നവരാണെന്ന് നമുക്ക് എന്താണ് ഉറപ്പ്? ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചില സ്ത്രീകൾക്ക് ധൈര്യമുണ്ടായി തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി. പറഞ്ഞവരുടെ പേരിലല്ലേ നടപടി എടുത്തിരിക്കുന്നത്? സന്ദീപ്, ഇവിടെ ഇപ്പോൾ ഈ വിഷയം കോടതി പരിഗണിക്കുകയാണല്ലോ. കോടതി ഈ സമ്പൂർണ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ നിലയ്ക്ക് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇല്ല എങ്കിലും ദേശീയ വനിതാ കമ്മീഷന് തുടർ നടപടികൾ സ്വീകരിക്കാമല്ലോ. ഞങ്ങൾ അവരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലും എന്ന് മാത്രമല്ല, അത് സിനിമ എന്ന് മാത്രമല്ല നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അസംഘടിത മേഖലയിൽ തൊഴിൽ ചൂഷണം അടക്കം അനുഭവിക്കുന്ന വനിതകളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ദേശീയ വനിതാ കമ്മീഷന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആദ്യ പടിയാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിളിച്ചു വരുത്താൻ ദേശീയ വനിതാ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അതിനോട് പ്രതികരിക്കുന്നത് എന്നത് നോക്കിയിട്ടാകും ദേശീയ വനിതാ കമ്മീഷന്റെ അടുത്ത നടപടിയിലേക്ക് അവർ കടക്കുക. എന്തായാലും കേരളത്തിൽ അവർ സിറ്റിംഗ് നടത്തും, കേരളത്തിലെ വനിതകളിൽ നിന്ന് മൊഴിയെടുക്കും. സ്വാഭാവികമായും അവർക്കും ചില നടപടികൾ സ്വീകരിക്കാൻ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു തൊഴിൽ സംസ്കാരത്തിൽ വ്യാപകമായ ഒരു മാറ്റം ഉണ്ടാകണം. അത് സിനിമാ മേഖലയിൽ എന്ന് മാത്രമല്ല, അസംഘടിത മേഖലയിൽ മുഴുവൻ സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ഇരട്ട നീതിയുണ്ട്. നമുക്കറിയാമല്ലോ,
തൊഴിലിന് തുല്യ വേതനം കിട്ടുന്നില്ല, പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള ഇടം കൊടുക്കുന്നില്ല. ലൈംഗിക ചൂഷണം എന്നുള്ളത് അതിന്റെ ഒരു ഭാഗം മാത്രമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമഗ്രമായി തൊഴിലിടങ്ങളിൽ നിലനിൽക്കുന്ന അസമത്വത്തെയും ചൂഷണത്തെയും ഇല്ലാതാക്കുന്നതിന് ദേശീയ വനിതാ കമ്മീഷൻ പോലെയുള്ള ഒരു ബോഡിക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. എന്തായാലും രാഷ്ട്രീയത്തിന് അതീതമായി അസംഘടിത മേഖലയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ തേടുന്നു എന്നതാണ് സന്ദീപ് വാചസ്പതി പറയുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതായിരിക്കും ഏറ്റവും നിർണായകമാവുക. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ശക്തമായ മഴയിൽ കാസർഗോഡ് തൃക്കരിപ്പൂർ ഈയക്കാട്ട് വീട്ടുകിണർ തകർന്നു. ഈയക്കാട്ടെ VP ദേവിയുടെ വീട്ടുകിണറാണ് തകർന്നത്. ഇന്നലെ രാത്രി 8:30യോടെയായിരുന്നു സംഭവം. വലിയ ശബ്ദത്തോടെ കിണർ മുഴുവനായും താഴ്ന്നു പോവുകയായിരുന്നു. രാത്രിയിൽ വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ വന്നു നോക്കിയപ്പോഴാണ് കിണർ താഴ്ന്നുപോയത് കണ്ടത്. കല്ലും മണ്ണും നിറഞ്ഞ് കിണർ മൂടിയ നിലയിലാണ്. സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. മഴ ശക്തി പ്രാപിച്ചാൽ ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കൊല്ലം കൊട്ടാരക്കരയിൽ കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ടാണ്. MC റോഡിന് സമീപത്തെ ഇടറോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പുലമൺ തോടിന് സമീപത്തുള്ള വീടുകൾക്ക് ചുറ്റും വെള്ളം കയറി. കോഴിക്കോട് മുക്കം നഗരസഭാ ഭരണസമിതിക്കെതിരായ കോഴിക്കോട് മുക്കം നഗരസഭാ ഭരണസമിതിക്കെതിരായ അവിശ്വാസ പ്രമേയം രാഷ്ട്രീയ പ്രേരിതമെന്ന് മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു. പെരുമ്പടപ്പിൽ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ആരംഭിക്കാൻ മുക്കം നഗരസഭ കൌൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് ലൈസൻസ് അനുവദിച്ചു എന്നാരോപിച്ചാണ് UDF അവിശ്വാസ നോട്ടീസ് നൽകിയത്. കൊല്ലം ചാത്തന്നൂരിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി മറിഞ്ഞു. ആളപായമില്ല. ചാത്തന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലാണ് ലോറി മറിഞ്ഞത്. HP-യുടെ പാചകവാതക ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ എടുത്തിട്ട മണ്ണ് ഇടിഞ്ഞതാണ് പഴയ റോഡിലേക്ക് ലോറി മറിയാൻ കാരണം. തിരുവനന്തപുരം കൈമനത്തുള്ള HP ഗ്യാസ് ഏജൻസിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അപകടം നടന്നത്. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് പാചകവാതക സിലിണ്ടറുകൾ മറ്റൊരിടത്തേക്ക് മാറ്റി. ആലപ്പുഴ ഹരിപ്പാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ഹരിപ്പാട് ഫിദ ടെക്സ്റ്റൈൽസിനുള്ളിലേക്കാണ് സ്കൂട്ടർ ഇടിച്ചു കയറിയത്. സ്കൂട്ടറിന്റെ മുന്നിലിരുന്ന കുട്ടി ആക്സിലേറ്ററിൽ കൈവച്ചതാണ് അപകട കാരണം. സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ഭാര്യ കടയിലേക്ക് കയറുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ യുവതിയെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നാദാപുരത്ത് KSRTCയും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് പരിക്ക്. നാദാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമാണ് അപകടം. ബസ്സിൽ കുടുങ്ങിപ്പോയ KSRTC ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കൈവേലിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്നു KSRTC ബസ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവരെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മംഗളൂരുവിൽ MDMAയുമായി മലയാളികൾ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായതെന്നും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് സംഘം ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. കാസർഗോഡ് സ്വദേശികളായ ഷാജഹാൻ, മുഹമ്മദ് നിഷാദ്, മടിക്കേരി സ്വദേശി മൻസൂരു എന്നിവരെയാണ് മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. കോതമംഗലത്തെ ജനവാസ മേഖലയായ കൂവള്ളൂരിൽ എത്തിയ പെരുമ്പാമ്പ് നാട്ടുകാരെ ഭീതിയിലാക്കി. അടിവാട് ഊന്നുകൾ റോഡിൽ കൂവള്ളൂർ സർക്കാർ ആശുപത്രിക്ക് സമീപമാണ് പെരുമ്പാമ്പിനെ കണ്ടത്. പെരുമ്പാമ്പിനെ മുള്ളരിങ്ങാട് റേഞ്ചിലെ വനപാലകർക്ക് കൈമാറി. പത്തനംതിട്ടയിൽ തട്ടുകടയിൽ നിന്ന് കഴിച്ച ഉള്ളിവടയിൽ നിന്ന് സിഗരറ്റ് കുറ്റി ലഭിച്ചതായി പരാതി. മല്ലപ്പള്ളി
IHRD സ്കൂളിന് സമീപമുള്ള തട്ടുകടയിൽ നിന്ന് വാങ്ങിയ ഉള്ളിവടയിൽ നിന്നാണ് സിഗരറ്റ് കുറ്റി ലഭിച്ചത്. മലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ജീവൻ പി മാത്യു പരാതി നൽകി. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. 4 വേദികളിലായി 5 കാറ്റഗറികളിലാണ് മത്സരം. പ്രമുഖ ഗൃഹോപകരണ വിതരണ ശൃംഖലയായ നന്ദിലത്ത് ജി മാർട്ടിന്റെ ഡിജിറ്റൽ IT ആക്സസറീസ് ഷോറൂം ജി മൊബൈൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജി മാർട്ട് ജി മൊബൈലിന്റെ 53ാമത് ഷോറൂമാണ് തുറന്നത്. നന്ദിലത്ത് ചെയർമാൻ ഗോപു നന്ദിലത്ത് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് മെഴ്സിഡസ് ബെൻസ് കാറും 5 പേർക്ക് മാരുതി എക്സ്പ്രസോ കാറുകളും സമ്മാനമായി ലഭിക്കും. ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ 53ാമത് ഷോറൂമാണ്. IT വേണ്ടി 45ാമത്തെ ഷോറൂമാണിത്. ഇപ്പോൾ IT ഡിവിഷന് വേണ്ടി ഞങ്ങൾ എടപ്പള്ളിയിൽ തന്നെ ഒരു ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ്. എടപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രോണിക്കിന്റെ ഹബ്ബാണ്. ഇപ്പോൾ അറിയാലോ, കൊച്ചിയിലെ എല്ലാവരും അറിയാലോ. കൊച്ചിക്കാർക്ക് വേണ്ടി നമ്മൾ ഇലക്ട്രോണിക്സിൽ വേണ്ടി നമ്മൾ ഓൾറെഡി നന്ദിലത്ത് ജി മാർട്ട് ഷോറൂം ഉണ്ടെങ്കിലും IT ആൻഡ് ലാപ്ടോപ്പിന് ഒരു നല്ലൊരു ഷോറൂം നമ്മുടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഗോപു നന്ദിലത്ത് ജി മാർട്ട് അത് എത്തിയിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ഗോപു നന്ദിലത്ത് ജി മാർട്ട് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജി മൊബൈലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ IT ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൊബൈൽ കമ്പനികളും ലാപ്ടോപ്സും ഗാഡ്ജറ്റ്സും ടാബ്ലറ്റ്സും അതുകൂടാണ്ട് ആക്സറീസിന്റെ ഒരു വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് ജി മൊബൈൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ലൈവ് ഡെമോ കസ്റ്റമേഴ്സിന് വന്ന് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ചിലവർക്ക് ക്യാമറയിലായിരിക്കും കൂടുതൽ സ്പെക്ക് വേണ്ടത്, ചിലവർക്ക് വേണ്ടത് സോഫ്റ്റ്വെയറിലായിരിക്കാം. അങ്ങനെ പല രീതിയിൽ അവരുടെ കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് അവർക്ക് ലൈവ് ഡെമോ യൂസ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ജി മൊബൈലിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. നിർമ്മാണത്തിനായി നബാർഡിന്റെ സഹായം തേടിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് പരാതി. 1991 ഇടുക്കി കാഞ്ചിയാർ ലബ്ബക്കടയിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. കാലപ്പഴക്കം കൊണ്ട് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പുതിയ കെട്ടിടം പണിയുവാൻ സഹായം തേടി നബാർഡിനെ സമീപിച്ചെങ്കിലും തീരുമാനമായില്ല. ആദ്യഘട്ടം 9 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയെങ്കിലും നബാർഡിൽ നിന്ന് അംഗീകാരം ലഭിച്ചില്ല. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥനുള്ള സ്ഥലമാണ് ഈ പിൻഭാഗത്ത് കാണുന്ന ഏകദേശം 50 സെന്റോളം സ്ഥലം. നമുക്ക് ഓഫീസ് കെട്ടിടം പണിയുന്നതിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ്. നിരവധി തവണ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രസിഡന്റും എല്ലാം വളരെ ഒരു പ്ലാൻ തയ്യാറാക്കി, ഒരു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുകയും അതിന് അനുമതി കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധി തവണ ഈ ഭരണസമിതി വന്നതിന് ശേഷവും തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾ നബാർഡുമായി ബന്ധപ്പെടുകയും അതിന്റെ കോപ്പി കൊടുക്കുകയും അവർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നാളിതുവരെ ഇങ്ങനൊരു നടപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ജില്ലയിലെ മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയെങ്കിലും കാഞ്ചിയാർ പഞ്ചായത്തിനോട് മാത്രം അവഗണനയാണ് ഉണ്ടായത്. നബാർഡിൽ നിന്നും സഹായം ലഭിച്ചാൽ മാത്രമേ പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കാനാവൂ. ഓഫീസിലെ അസൗകര്യങ്ങളും ശൌചാലയങ്ങളുടെ കുറവുമെല്ലാം പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. തടസ്സങ്ങൾ പരിഹരിച്ച് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തം. പദ്ധതി നടപ്പിലാക്കിയെങ്കിലും മാലിന്യ സംസ്കരണം കാര്യക്ഷമമാകില്ലെന്നാണ് പരാതി. മാലിന്യങ്ങൾ ശേഖരിക്കാനും ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യാനാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചത്. നേര്യമംഗലം റാണിക്കല്ലിന് സമീപത്തും അടിമാലി കൂമ്പൻപാറയിലുമായിട്ടാണ് ഇവ സ്ഥാപിച്ചത്. കെട്ടിടവും സൗകര്യങ്ങളും ഒരുക്കി പദ്ധതി ആരംഭിച്ചെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. ടൂറിസ്റ്റുകൾ തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് അടക്കമുള്ള നിരവധി വേസ്റ്റുകൾ വനത്തിലും അതുപോലെ നേര്യമംഗലം പാലം മുതൽ മൂന്നാർ വരെ ഡംപ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. വന്യമൃഗങ്ങളും കുരങ്ങടക്കമുള്ളവ ഇത് തിന്നുന്നത് വേറെ. അപ്പം നമ്മുടെ ടൂറിസ്റ്റിൻ്റെ, നമ്മുടെ ഈ ഇടുക്കി ജില്ലയുടെ മുഖം തന്നെ വളരെ മോശമാക്കുന്ന, വികൃതമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വേസ്റ്റ് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമ്പോൾ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യമടക്കം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമായത്. വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക, മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക, ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ പരിപാടികളാണ് ഇതുവഴി ലക്ഷ്യമിട്ടത്.
മൂന്നാറിന് സമീപത്തും ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയാൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടക്കും. ന്യൂസ് 18 മൂന്നാർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6705 രൂപ, പവൻ 53,640 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5550 രൂപ, പവന് 44,000 രൂപ. വെള്ളി ഗ്രാമിന് 92 രൂപ, കിലോഗ്രാമിന് 92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.